ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മല്ലു ടോക്സ് ആസ്നൽ. രണ്ടു മൂന്ന് ദിവസമായി വീഡിയോ ഒന്നും ചെയ്തിട്ടില്ല എന്നറിയാം. സോ ഒരു ഫ്രണ്ട് ഇപ്പോൾ ഒരു കുറച്ച് ആളായിട്ടൊരു ചെറിയൊരു വെക്കേഷനായിട്ട് ഞാൻ ഒന്ന് കറങ്ങാനൊക്കെ പോയി, ഒന്ന് മൈൻഡൊക്കെ മാറാൻ വേണ്ടി ഒന്ന് പോയതാണ്. സോ വി ആർ ബാക്ക് അഗൈൻ വിത്ത് മല്ലു ടോക്സ് ആസ്നൽ. സോ നമ്മുടെ ഇവിടെ ഇന്ന് ഡിസ്കഷന് വരുന്നത് ഫുട്ബോൾ പിവട്ട്, എല്ലാവർക്കും അറിയുന്ന പുള്ളിയാണ്. സോ ലെറ്റ്സ് വെൽക്കം ഹിം. ഹലോ ബ്രോ, ഹലോ ആകാശ് ബ്രോ, ഹലോ എന്തൊക്കെയാണ്? സുഖം? സുഖം, കുഴപ്പമില്ലാതെ പോകുന്നു. അതെന്നാണ്? അതെ, ഇവിടെ അറിയാലോ ഇപ്പോഴത്തെ അവസ്ഥയിൽ കളി ഫുട്ബോൾ ബേസ് ചെയ്ത് നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ രണ്ടും ഇല്ലാത്ത, സന്തോഷവും ഇല്ല വിഷമവും ഇല്ലാത്ത അവസ്ഥ. ബാക്കി പേഴ്സണൽ ലൈഫ് കുഴപ്പമില്ല. സോ നമുക്കിന്ന് രണ്ട് ടോപ്പിക്കാണ് മേജർലി ഡിസ്കസ് ചെയ്യാനുള്ളത്. ഒന്ന്, ഇനി ആർസണലിൽ എന്ത് എന്നൊരു ചോദ്യവും, ആർച്ചറ്റയ്ക്ക് ഇത്രയും ഉള്ളോ, മീൻസ് പരിമിതികൾ കഴിഞ്ഞോ, മീൻസ് ആർച്ചറ്റയുടെ ലെവൽ ഇത്രയേ ഉള്ളൂ ആർസണലിൽ, അതോ ഡസ് ഹി ഹാവ് സ്റ്റിൽ ഓപ്ഷൻസ് ടു ഡു സംതിങ്, ഈ ക്ലബിന് വേണ്ടി എന്തെങ്കിലും കൂടെ ചെയ്യാൻ, ഒരു ട്രോഫികൾ വാങ്ങിച്ചു കൊടുക്കാനുള്ള ഓപ്ഷൻസ് ഉണ്ടോ എന്നൊരു ചോദ്യമാണ് ഇവിടെ ഇന്നത്തെ രണ്ട് പ്രസക്തി ചോദ്യങ്ങൾ. ഫസ്റ്റ് ഞാൻ ആകാശ് കൊടുത്ത ഒരു 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 ആംഗിള്, എൻ്റെ ഒരു ആംഗിൾ വഴി ഞാൻ ചോദിക്കുവാണ്. നമ്മൾ പ്രീമിയർ ലീഗിന്റെ പെർഫോമൻസ് കണ്ടായിരുന്നു ആർസണലിന്റെ. സിറ്റി ഗെയിം വരെ, സിറ്റിക്ക് മുന്നേ വൂൾസ് കളി ജയിച്ചു, അതൊക്കെ കഴിഞ്ഞ് സിറ്റി ആയിട്ട് ജയിച്ചു. ആ സിറ്റി ആയിട്ട് നിന്നുള്ള ഹൈ പെർഫോമൻസ്, ലൈക്ക് 5-1 വിക്ടറിയുടെ പെർഫോമൻസ് വെച്ചിട്ടാണ് ഇപ്പം ആൾക്കാർ ആർസണൽ ന്യൂകാസിൽ ആ ഗെയിമിനെ ജഡ്ജ് ചെയ്യുന്നേ എന്ന് തോന്നിയിട്ടുണ്ടോ? കാരണം അതിന് മുന്നേ, സിറ്റിയുടെ ഗെയിം മുന്നേ വരെ ആർസണൽ ന്യൂകാസിൽ ആ ഗെയിം സെക്കൻഡ് ലെഗ് ആർസണൽ എന്തായാലും പൊട്ടും, കരബാവ് കപ്പിൽ ഒരു ഹോപ്പ് ഇല്ല എന്ന് പ്രതീക്ഷിച്ചിരുന്ന എല്ലാവരും ആയിരുന്നു. അതായിരുന്നല്ലോ ഒരു മൊത്തത്തിൽ. ഞാനൊരു കാര്യമുണ്ട്. എനിക്ക് ഓൾമോസ്റ്റ് ന്യൂകാസിൽ ഗൗരവം എന്നുള്ള ഒരു മൈൻഡ് ഉണ്ടായിരുന്നു. ഈ ഒരു സിറ്റിയോട് നിങ്ങൾ ജയിച്ചെങ്കിൽ ന്യൂകാസിലിന്റെ അഗേൻസ്റ്റ് നിങ്ങളെ പാടുമെന്നൊരു പ്രതീക്ഷ എനിക്ക് ഫീൽ ഉണ്ടായിരുന്നു. കാരണം വൺ ഓഫ് ദ റീസൺസ്, ന്യൂകാസിൽ സിറ്റി പോലെ അല്ല ഇപ്പൊ. അവര് ട്രാൻസിഷനിലും മറ്റുമൊക്കെ അത്ര വൾണറബിൾ അല്ല. അവർ ഡിഫൻസീവ്ലി ദേ ആർ പ്ലേയിങ് ആസ് എ ടീം. മിഡ്ഫീൽഡിൽ അവർക്ക് ഇന്റൻസിറ്റി ഉണ്ട്, സിറ്റിക്ക് ഇല്ലാത്ത സംഭവം അതാണ്. ആൻഡ് ആർസണല് സിറ്റി ഫസ്റ്റ് ഹാഫിൽ അത്രയും വീക്കറായിട്ട് നിന്ന സിറ്റി ഫസ്റ്റ് ഹാഫിൽ ആർസണലിന് അഗേൻസ്റ്റ് മേ ബി ലീഡ് എടുക്കാൻ അവസരങ്ങളുണ്ട്. ആർസണലിനേക്കാളും നല്ല ചാൻസുകൾ ഫസ്റ്റ് ഹാഫിൽ സിറ്റി ക്രിയേറ്റ് ചെയ്തിരുന്നു. മേ ബി അവർ ഒന്ന് രണ്ട് സെറ്റ് പീസസിൽ മാർമോഷന്റെ ഒന്ന് രണ്ട് സെറ്റ് പീസ് സിറ്റുവേഷനും വേറെ ഒരു ചാൻസും ഒക്കെ അവർ ക്രിയേറ്റ് ചെയ്തിരുന്നു. സോ ആർസണൽ ഈ ഒരു കപ്പ് കോമ്പറ്റീഷനിലോട്ട് വരുമ്പോൾ നമ്മൾ നോക്കുവാണെങ്കിൽ എന്നാ പറയാ, സെയിന്റ് ജെയിംസ് പാർക്കിൽ ചെല്ലുക, ആ ഒരു ക്യാരക്ടർ കാണിക്കുക, അത് ഇതുവരെ അർട്ടേറ്റയുടെ സൈഡ് പേഴ്സണലി ഞാൻ കണ്ടിട്ടില്ല. ഈവൻ ലാസ്റ്റ് ഇയർ ആണെങ്കിലും ചാമ്പ്യൻസ് ലീഗിൽ ഏറ്റവും അനദർ എക്സാമ്പിൾ ആണ് ബയൺ മ്യൂണിക്കിന് അഗേൻസ്റ്റ്. ഒരു വീക്കർ ബയൺ മ്യൂണിക്, അതായത് മെന്റലി കുറച്ച് ഡൗൺ ആയി വന്നുകൊണ്ടിരുന്ന ബയൺ മ്യൂണിക് സൈഡിനെ അഗേൻസ്റ്റ് ക്യാരക്ടർ കാണിക്കാൻ ഒരു അവസരമായിരുന്നു. പക്ഷെ അവർ അത് കാണിച്ചില്ല, അത് രണ്ട് ലെഗിലും കാണിച്ചില്ല. സോ ഈ മാച്ചിലോട്ട് വരുമ്പോഴും സെയിന്റ് ജെയിംസ് പാർക്കിൽ ചെല്ലുമ്പോഴേക്കും അപ്ഡേറ്റ് പിള്ളേരും പെട്ടെന്ന് മെന്റലി മാറുമെന്നുള്ള ഒരു പ്രതീക്ഷ, എസ്പെഷ്യലി കപ്പ് കോമ്പറ്റീഷൻസിൽ മാറും എന്നുള്ള ഒരു ഇത് എനിക്ക് പേഴ്സണലി ഇല്ലായിരുന്നു. അത് തന്നെയാണ് നമ്മൾ കണ്ടത്. 2-0 തോക്കുകയും ചെയ്തു. അവർ ഡിഫൻസീവ്ലി സോളിഡ് ആയിരുന്നു. അറ്റാക്ക് ആൻസേഴ്സ് ഇല്ലായിരുന്നു. ഈവൻ ഒന്ന് രണ്ട് ഹാഫ് ചാൻസുകൾ ഉണ്ടായിരുന്നു, ഇല്ലായിരുന്നല്ല, പക്ഷെ എന്നാലും അത് കൺവേർട്ട് ചെയ്യാൻ സാധിച്ചില്ല. ഞാൻ പറഞ്ഞില്ലേ, അപ്പുറത്ത് ഇസാക്കും ഗോർഡനും അത് തന്നെ ഏറ്റവും വലിയ എക്സാമ്പിൾ ആണ്. ദേ ആർ കൺവേർട്ടിംഗ് ദോസ് ചാൻസസ്. അതേസമയത്ത് നിങ്ങൾക്ക് കിട്ടുന്ന ഹാഫ് ചാൻസുകൾ ഒരു കൺവേർട്ട് ചെയ്യുന്നത് അവിടുത്തെ ആ ഗോളുകൾ, ഐസാക്കിന്റെയും ഗോർഡന്റെ ഒക്കെ ഇൻവോൾവ്മെന്റ് ഉണ്ട്. ഗോർഡനൊക്കെ കളിക്കുന്ന കണ്ടില്ല, പ്രസ് ചെയ്യുന്നു, ബോൾ വിൻ ചെയ്യുന്നു, ചാൻസസുകൾ ക്രിയേറ്റ് ചെയ്യുന്നു. ഇസാക്ക് ഈവൻ ആ മാച്ചിൽ അറ്റ്ലീസ്റ്റ് ബെസ്റ്റ് ആയിരുന്നു ഞാൻ വിശ്വസിക്കുന്നത്. പക്ഷെ എന്നാലും പുള്ളി അവിടെ ഒരു ത്രെട്ട് ആയിരുന്നു. ലിങ്ക് അപ്ലൈയിൽ സൂപ്പർ ആയിരുന്നു. എനിക്ക് ഒരു അസിസ്റ്റ് ഉണ്ടായിരുന്നു. സോ ആ ഒരു ഷോട്ട് ഉണ്ടായിരുന്നു ആ ഭാരതത്തിൽ പോയത്. സോ ഓവറോൾ നമ്മൾ നോക്കാനായിട്ടാണെങ്കിൽ ആ ഒരു ഡിഫറൻസ് മേക്കർ അത് എന്തായാലും ഇപ്പം റൈറ്റ് നൗ ആർസണൽ ലാക്ക് ചെയ്യുന്നുണ്ട്. ആൻഡ് മെന്റലി ദർ ആർ സം ഇഷ്യൂസ്. കപ്പ് കോമ്പറ്റീഷൻസിലോട് വരുമ്പോൾ ദർ ആർ സം ഇഷ്യൂസ്. കാരണം കർബോ കപ്പ് ആണ്, പക്ഷെ ഇറ്റ്സ് കോമ്പറ്റീഷൻ അല്ലേ. കർബോ കപ്പ്, FA കപ്പിൽ നിന്ന് ഔട്ടായി, കർബോ കപ്പിൽ നിന്ന് ഔട്ടായി. റീലിസ്റ്റിക്കലി നിങ്ങൾക്ക് ഇപ്പോൾ പോസിബിൾ ആയിട്ടുള്ള എന്താണ് പ്രീമിയർ ലീഗും ചാമ്പ്യൻസ് ലീഗും. അതിൽ രണ്ടിലും ഫേവറേറ്റ്സ് ആണോ എന്ന് ചോദിച്ചാൽ അല്ല. സോ അതാണ്. അപ്പം ആർച്ചറ്റയുടെ കീഴിലുണ്ടായ ആർസണൽ, നമ്മൾ ഫസ്റ്റ് തൊട്ട് ഇപ്പം അറിയാം, 8th ഫിനിഷ് ചെയ്തു, 5th ഫിനിഷ് ചെയ്തു, സെക്കൻഡ് 2 പ്രാവശ്യം ഫിനിഷ് ചെയ്തു. പക്ഷെ അന്നത്തെ കാലം തൊട്ട് ഇന്നത്തെ കാലം വരെ ചേഞ്ച് ആവാത്ത ഒരു സംഭവമാണ് ഈ പറയുന്ന ലോ ബ്ലോക്ക് കളിക്കുന്നതോ മിഡ് ബ്ലോക്ക് ഇട്ട് ഫിസിക്കലി കളിക്കുന്ന ഒരു ടീമിനെതിരെ ആർസണലിന് ഗോൾ സ്കോർ ചെയ്യാൻ പറ്റുന്നില്ല എന്നൊരു സംഭവത്തെ ജസ്റ്റ് മേ ബി ഒരു 6 months കഴിഞ്ഞ സീസണിൽ, ആ 6 monthsൽ ഒന്ന് മാറി നടന്നു എന്ന് നമുക്ക് കാണാം. അല്ലാണ്ട് ഓവറോൾ പിക്ചറിൽ നോക്കിക്കഴിഞ്ഞാൽ അന്നും ഇന്നും ആർസണൽ ആ ഒരു പ്രശ്നമാണ്. അപ്പൊ അത് ആർച്ചറ്റയുടെ ടാക്ടിക്കലി പുള്ളി മാറ്റി ചിന്തിക്കാത്തത് ഒരു പ്രശ്നമല്ലേ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ?
100% ബ്രോ, അത് 100% ഞാൻ പറയുന്നത് അതാണ്. ഇത്രയും ഇപ്പം ഈ റീസെന്റ് ഹിസ്റ്ററിയിൽ ഇത്രയും ടൈം കിട്ടിയ ഒരു മാനേജർ ഉണ്ടെന്ന് എനിക്ക് തോന്നിയത്. ഇത്രയും ടൈം ഒരു ക്ലബ്ബ് ക്ഷമയോടെ, നമ്മളിപ്പം ഫെർഗി എറ, അതുപോലെ തന്നെ നമ്മൾ നോക്കാനായിട്ടാണ് വെങ്കർ എറ, അതിന് മുമ്പത്തെ എറയിലൊക്കെ നമ്മൾ മാനേജേഴ്സിന് ടൈം കൊടുക്കുന്നുണ്ട്. പക്ഷെ പോസ്റ്റ് 2010 പ്രോബബ്ലി നമ്മൾ കണ്ടാണ് എല്ലാം ഫാസ്റ്റ് പേസ്ഡ് ആണ്. വരിക 2 ഇയേഴ്സിനുള്ളിൽ റിസൾട്ട് കിട്ടിയില്ലെങ്കിൽ യു ആർ ഗെറ്റിംഗ് സാക്ക്. ആർസണൽ തന്നെയാണെങ്കിലും വെങ്കറിന് ശേഷം മെമ്മറിനൊക്കെ എന്ത് പെട്ടെന്നാണ് സാക്ക് ചെയ്തത്. സോ നമ്മൾ നോക്കുവാണെങ്കിൽ ആ ഒരു ടൈം ഇത്രയും ട്രസ്റ്റ് ദ പ്രോസസ് എന്ന് പറഞ്ഞാൽ ഇത്രയും ടൈം കിട്ടിയ ഒരു മാനേജർ കാണത്തില്ല. സോ അറ്റ വന്നിട്ട് ആദ്യത്തെ സീസൺ ഓക്കെ, രണ്ടാമത്തെ സീസൺ ഓക്കെ, മൂന്നാമത്തെ സീസണിൽ നാലാമത്തെ സീസണിൽ ഈ സെയിം ഇഷ്യൂസ് തന്നെ കാണുവാണെങ്കിൽ ദർ ഈസ് ആൻ ഇഷ്യൂ വിത്ത് ദ കോച്ച് അല്ലേ? ശരിയാണ്. അറ്റാറ്റ കണ്ടത് നിങ്ങൾ ഒരു സ്ട്രൈക്കറിനെ സൈൻ ചെയ്തിട്ടുണ്ട്. ആരാണ്? ഒബമിയാങ് ഉണ്ടായിരുന്നു, ലക്കസെറ്റ് ഉണ്ടായിരുന്നു, ഇവരൊന്നും. ഒബമിയാങ് നമുക്കറിയാം ഇഷ്യൂ ഉണ്ടായിരുന്നു. അല്ല, ഒബമിയാങ് ഉണ്ടായിരുന്നു പുള്ളി വന്ന സമയത്ത്, അതുപോലെ ലക്കസെറ്റും പുള്ളി വന്ന സമയത്തുണ്ട്. ഇവർ രണ്ടുപേരിൽ നിന്നും നമുക്കറിയാം ഇഷ്യൂസ് ആയിട്ട് ക്ലബ് വിട്ട് പോയതാണ്. അറ്റാറ്റ ആയിട്ട് ഒരു സ്ട്രൈക്കർ, ഒരു പ്രോപ്പർ ഔട്ട് ആൻഡ് ഔട്ട് സെന്റർ ഫോർവേഡ് ഇതുവരെ സൈൻ ചെയ്തിട്ടില്ല എന്നായിരിക്കും തോന്നുന്നു. സോ നമുക്കറിയാം ലോ ബ്ലോക്ക് കളിക്കുന്ന ടീമുകൾക്ക് അഗേൻസ്റ്റ് ഒരു ടോൾ ഫിസിക്കൽ സ്ട്രൈക്കർ ബോക്സിൽ ഒരു പ്രസൻസ് മസ്റ്റ് ആണ്. എസ്പെഷ്യലി വിംഗേഴ്സിനും മിഡ്ഫീൽഡേഴ്സിനും സ്പേസസ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് ആ ഒരു ഫിസിക്കൽ പ്രസൻസിന്റെ ഇമ്പോർട്ടൻസ് എന്തുമാത്രമാണെന്ന് ലിവർപൂളിനോട് പറയേണ്ട ആവശ്യമില്ല. അറിയാം, പ്രീമിയർ ലീഗ് ആണെന്ന് ആർക്കും, ഫുട്ബോൾ ആണെന്ന് ആർക്കും അറിയാം. ഈവൻ CL ആണെങ്കിലും ലലീഗയിലാണെങ്കിലും പ്രീമിയർ ലീഗിലാണെങ്കിലും ഏത് ലീഗിലും, ഈവൻ ISL പോലും നമ്മൾ പറയും ഒരു ലോ ബ്ലോക്ക് ഇടുമ്പോൾ ഒരു ഫിസിക്കൽ പ്രസൻസ് ബോക്സിലുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി സെന്റർ ബാക്സിനെ എൻഗേജ് ചെയ്യിപ്പിക്കാനായിട്ട് സാധിക്കും. എർലിംഗ് ഹാലൻഡ് ഏറ്റവും വലിയ എക്സാമ്പിൾ ആണ്. ക്രിസ്ത്യാനോ റൊണാൾഡോ ഏറ്റവും ബിഗ്ഗസ്റ്റ് എക്സാമ്പിൾ. ലോ ബോക്സിനെ അഗേൻസ്റ്റ് ക്രിസ്ത്യാനോ എപ്പോഴും ട്രൈ ചെയ്യാൻ നമ്മൾ കാണാറുണ്ട്. ആൻഡ് എർലിംഗ് ഹാലൻഡ് സിറ്റി സക്സസ് ആയി റൺ ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് നമ്മൾ കണ്ടാണ് ആ ഒരു കെയോട്ടിസം പുള്ളി ബോക്സിൽ ക്രിയേറ്റ് ചെയ്യുന്ന, ഫൈറ്റ്സ് എൻഗേജ് ചെയ്യുക, ആ ഒരു ടാർഗറ്റ് മാനായിട്ട് ആക്ട് ചെയ്യുക. സോ അങ്ങനെ ഒരു പ്രസൻസ് നിങ്ങൾക്കില്ല, അതും ഒരു ഫാക്ടറാണ്. പക്ഷെ ഈവൻ ഇഫ് എന്തൊക്കെ പറഞ്ഞാലും ഈ ആ ഒരു പ്രസൻസ് ഇല്ലേ. ഇപ്പം ബാർസലോണ ഏറ്റവും എക്സാമ്പിൾ, ഹാൻസി ഫ്ലിക്ക് ഇപ്പൊ ലോ ബ്ലോക്സിൽ ഇപ്പം ലെവൻഡോസ്കി ഇല്ലാതെ ഫെറാൻ ടോറസിനെ ഡാനിയോൾ മൂലം വെച്ച് ബ്രേക്ക് ചെയ്യുന്ന മാച്ചുകളുണ്ട്. അവിടെ നമ്മൾ ആ ഒരു കോച്ചിന്റെ ഇൻഡിവിജ്വൽ ബ്രില്യൻസ് ആണ് നമ്മൾ കാണുന്നത്. ഫെറാൻ ടോറസും ഡാനിയോളും ഇവർ രണ്ടുപേരും പ്രോപ്പർ സെന്റർ ഫോർവേഡ്സ്, അവർ രണ്ടുപേരും ഫോൾസ് നൈൻസ് ആണ്. അവരെ വെച്ച് ലോ ബ്ലോക്ക് ബ്രേക്ക് ചെയ്യുന്ന മാച്ചുകൾ ഉണ്ടായിരുന്നു. സോ അവിടെ ഒരു കോച്ചിന്റെ ടാക്ടിക്കൽ ഇംപ്ലിമെന്റേഷൻ ആണ് നമ്മൾ കാണുന്നത്. ആൻഡ് പെപ് ഗാർഡിയോള കുറെ വർഷങ്ങളോളം ഫോർസ് ഇട്ടാണ് പുള്ളി പ്രീമിയർ ലീഗിൽ ലോ ബ്ലോക്ക് വെയിറ്റ് ചെയ്തിരുന്നത് അല്ലേ? സോ അഗ്വറ കുറെ സമയത്ത് ഇഞ്ചുറി കാരണം ഔട്ട് ആയിരുന്നു. അത് നമ്മൾ പലപ്പോഴും ഡേവിഡ് സിൽവനെ പുള്ളി ഫോൾസ് നൈൻ യൂസ് ചെയ്യിപ്പിക്കുന്നുണ്ട്, ഗബ്രിയൽ ജീസസിനെ ഫോൾസ് നൈൻ ഇട്ട് കളിപ്പിക്കുന്നുണ്ട്. സോ ഫോൾസ് നൈൻ വെച്ച് പുള്ളിയും ബ്രേക്ക് ചെയ്ത് നമ്മൾ കണ്ടിട്ടുണ്ട്. അവന്റെ ക്ലോപ്പും ഫോൾസ് നൈൻ യൂസ് ചെയ്ത്, ഫെർമീനോ ഫോൾസ് നൈൻ ആയിരുന്നു, ഔട്ട് ആൻഡ് ഔട്ട് സെന്റർ ഫോർവേഡ് ഫോൾസ് നൈൻ ആണ്, പുള്ളിനെ വെച്ച് ക്ലോപ്പ് പ്രീമിയർ ലീഗ് സക്സസ് ആയിട്ട് കാണിച്ചിട്ടുണ്ട്. സോ അറ്റാറ്റയുടെ ടാക്ടിക്കൽ ഇൻഎബിലിറ്റിയും അവിടെ എടുത്ത് കാണിക്കുന്നുണ്ട്. സോ ഫോൾസ് നൈൻ വെച്ച് ലോ ബ്ലോക്സ് ബ്രേക്ക് ചെയ്യാൻ പറ്റുമെന്ന് കോച്ചുകളെല്ലാം കാണിച്ചു, പ്രീമിയർ ലീഗിലും എല്ലാ ലീഗിലും പ്രൂവ് ചെയ്തിട്ടുണ്ട്. അതെ, വർഷങ്ങളായിട്ട് നോക്കിക്കഴിഞ്ഞാൽ ആർച്ചറ്റയുടെ എറയ്ക്ക് മുന്നേ ആർസണലിന് ഈ പറയുന്ന ഈ ലോ ബ്ലോക്ക് അല്ലെങ്കിൽ ഗോൾ സ്കോർ ചെയ്യാൻ ഒരു ബുദ്ധിമുട്ടില്ലായിരുന്നു പണ്ടൊക്കെ നോക്കിക്കഴിഞ്ഞാൽ. പക്ഷെ കൺസീഡ് വളരെയധികം ചെയ്തായിരുന്നു. പക്ഷെ ആർച്ചറ്റ വന്നതിന് ശേഷം വലിയ ട്രാൻസ്ഫോർമേഷൻ എന്ന് പറയാൻ നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഡിഫെൻസീവ്ലി ഭയങ്കര സ്ട്രോങ് എന്നൊരു സിറ്റുവേഷനിൽ എത്തിച്ചു. മിഡ്ഫീൽഡിൽ നിന്ന് ഗെയിം കൺട്രോൾ ചെയ്യാൻ, അല്ലെങ്കിൽ ഒരു എന്തെന്നാ ബാക്ക് പാസ് ഇട്ടിട്ട് ലൈക്ക് ഫ്രം ദ ബാക്ക് കളിക്കാൻ ടീമിനെ ഇത് ചെയ്തു. ഇൻവേർട്ടഡ്, ഇപ്പൊ ഈവൻ സിറ്റിയിൽ ഉണ്ടായിരുന്ന ആ ഇൻവേർട്ടഡ് മെത്തേഡ്സും അങ്ങനത്തെ കുറച്ച് ടാക്ടിക്കൽ ചേഞ്ചസ് പുള്ളി കൊണ്ടുവന്നു ടീമിൽ. പിന്നെ ആർച്ചറ്റയ്ക്ക് എനിക്ക് തോന്നിയ ഒരു സംഭവം എന്ന് പറഞ്ഞാൽ വെൻ ഹി ഗെറ്റ്സ് ഫുൾ ടീം, ഈ പറയുന്ന ഫുൾ സ്ക്വാഡ് ഇല്ലേ, ഫുൾ സ്ട്രെങ്ത് സ്ക്വാഡ് കിട്ടുമ്പം ഈ പറയുന്ന ലോ ബ്ലോക്ക് ബ്രേക്ക് ചെയ്യാനും ബുദ്ധിമുട്ട് ചില സമയത്ത് ഇല്ല. അത് കഴിഞ്ഞ 6 മാസത്തേൽ നമ്മൾ കണ്ടതാണ്. പക്ഷെ അതേ സമയത്ത് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ എസ്പെഷ്യലി ഈ സീസൺ എത്രയോ കളികൾ നമുക്ക് അത് ഒട്ടും പറ്റാത്ത സിറ്റുവേഷൻ, ഗോൾ സ്കോർ ചെയ്യാൻ പറ്റാത്ത ഒരു സിറ്റുവേഷൻ, അവിടെയാണ് ആ ഇന്നബിലിറ്റിക്ക് ക്വസ്റ്റ്യൻ റേസ് ആവുന്നത്. എനിക്ക് അതാണ്, അവിടെയാണ് മെയിൻ പ്രശ്നം വരുന്നത്. അപ്പം അങ്ങനെ വരുമ്പോഴത്തേക്കും ഇത് ആർച്ചറ്റയുടെ ടാക്ടിക്കൽ ഇഷ്യൂസ് ആണോ, ആർച്ചറ്റ സൈൻ ചെയ്ത പ്ലേയേഴ്സ് അല്ലെങ്കിൽ പ്ലേയേഴ്സിന്റെ ഇന്നബിലിറ്റി ആണോ എന്നൊരു ചോദ്യം വരും. പക്ഷെ അവിടെയും വരുന്നത് ഈ എനബിലിറ്റി ഇത്രയും കളികളിൽ കണ്ടിട്ടും ആർച്ചറ്റ എന്തുകൊണ്ട് മാറ്റുന്നില്ല, അവിടെയാണ് ആ കൺഫ്യൂഷൻ സത്യം പറഞ്ഞാൽ ജനറേറ്റ് ആവുന്നത്. അപ്പം ഇത് ഒരു റീസൺ ഇത്രയും കളികൾ അടുപ്പിച്ച് വന്നത് ഇത്രയും ഇഞ്ചറിയും ഒരു ഫാക്ടർ ആവാൻ ചാൻസ് ഉണ്ടോ? ഇത്രയും ഇഞ്ചറീസും ഉണ്ട്, അതിന്റെ കൂടെ വീക്ക് ഇൻ വീക്ക് ഔട്ട് മിഡ് വീക്ക് എല്ലാ കളികളും ഉണ്ട്, പ്ലേയേഴ്സിന് റെസ്റ്റ് ഇല്ല. അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ഒരു ഫാക്ടർ ആയിട്ട് കൺസിഡർ ചെയ്യാൻ പറ്റുമോ ഇവിടെ? ബ്രോ ഫാക്ടറായിട്ട് കൺസിഡർ ചെയ്യാം, പക്ഷെ അത് എല്ലാ ടീമുകൾക്കും ഉണ്ട്. അപ്പോൾ ഒരു ഫാക്ടർ വീക്ക് ആൻഡ് വീക്ക് ഔട്ട് എല്ലാ ടീമുകളും കളിക്കുന്നുണ്ട്, എല്ലാ ടീമുകളും പ്രിപ്പയർഡ് ആയിരിക്കണം.
ഏറ്റവും ഒരു ഉദാഹരണമാണ് റയൽ മാഡ്രിഡ് ഈ സീസൺ ഇഞ്ചുറി ആഫ്റ്റർ ഇഞ്ചുറി സീറ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷെ അവരെങ്ങനെയൊക്കെയോ ത്രൈവ് ചെയ്ത് ഇപ്പോൾ ബാർസലോണ ഈ സീസൺ സ്റ്റാർട്ട് തൊട്ട് ഇഞ്ചുറി ആഫ്റ്റർ ഇഞ്ചുറി ഹിറ്റ് ചെയ്ത് ഇപ്പോൾ ആണ് അത്യാവശ്യം സ്ക്വാഡ് ഫ്രഷ് ആയി കിട്ടുന്നത്, എല്ലാവരും അവൈലബിൾ ആയി വരുന്നത്. അപ്പോഴേക്കും വീണ്ടും എന്താണ് അറോഹോൻ ഇഞ്ചുറി ഒരു ക്രിസ്ത്യൻസൺ ഇഞ്ചേർഡ് ആയിട്ട് ഔട്ടാണ്. സോ ധാരാളം ഇഞ്ചുറി ഇഷ്യൂസ് ബാർസലോണ നേരിടുന്നുണ്ട്. അതുപോലെ തന്നെ പ്രീമിയർ ലീഗിൽ സിറ്റിക്ക് ഇഞ്ചുറി ഇഷ്യൂസ് നേരിട്ടിട്ടുണ്ട്. ലിവർപൂൾ പ്രോബ്ലി ഇതുവരെ വലിയ കുഴപ്പമില്ല പോകുന്നുണ്ട്, പക്ഷെ എന്നാൽ ഇടയ്ക്കിടയ്ക്ക് അവർക്ക് ഹിറ്റ് ആയിട്ടുണ്ട്. ടോട്ടനാം ഹോട്ട്സ്പർ ഇഞ്ചുറി ആഫ്റ്റർ ഇഞ്ചുറി ആഫ്റ്റർ ഇഞ്ചുറി വന്ന ആ ടീം താഴോട്ട് കൊണ്ടിരിക്കുകയാണ്. സോ നമ്മളെ ഇഞ്ചുറി ഒരു ഫാക്ടറായിട്ട് കൺസിഡർ ചെയ്യാമെങ്കിലും അതൊരു എക്സ്ക്യൂസ് ആയിട്ട് നമുക്ക് ഇപ്പം പറയാൻ പറ്റും. കാരണം എല്ലാ ടീമുകളും സ്ക്വാഡ് ഡെപ്ത് കൂട്ടുന്നുണ്ട്. ഇപ്പം വിന്റർ ട്രാൻസ്ഫറിന്റെ അതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ്. എല്ലാ ടീമുകൾക്കും മനസ്സിലായി, അവർക്കും മനസ്സിലായി. കാരണം എല്ലാ ടീമും ആഴ്ച 3 കളി വീതം കളിക്കുന്നുണ്ട്. ഈവൻ റെലഗേഷൻ ബാറ്റിൽ കൂടി നിൽക്കുന്ന ടീമുകൾ ആഴ്ച 2 ഗെയിം വെച്ച് ഇപ്പം പോകുന്നുണ്ട് യൂറോപ്യൻ കോമ്പറ്റീഷനിൽ. ആ ഒരു അവസ്ഥയിലോട്ട് ഇപ്പൊ എത്തിയിട്ടുണ്ട്. സോ എല്ലാ ടീമുകൾക്കും മനസ്സിലായി ഞങ്ങൾ ഈ 3 കളി കളിക്കുമ്പോഴേക്കും ഞങ്ങൾക്ക് എക്സ്ട്രാ റവന്യൂ കിട്ടുവാണ്. ആ എക്സ്ട്രാ റവന്യൂ കിട്ടുന്നത് മാർക്കറ്റിൽ ഇറക്കാനായിട്ടാണ്. സോ എക്സ്ട്രാ റവന്യൂ ബൂത്തി പിടിച്ചുകൊണ്ട് ഞങ്ങൾ 3 കളി വെച്ച് പ്ലേയേഴ്സിനെ വീക്ക് ആൻഡ് വീക്കോട്ട് കളിപ്പിക്കുന്നു പറഞ്ഞാൽ അത് സത്യം പറഞ്ഞാൽ അത് ഡ്രെയിൻ ചെയ്യിപ്പിക്കുകയാണ് പ്ലേയേഴ്സിനെ. അത് കാണിക്കുന്ന തെറ്റുമാണ്. സോ സ്ക്വാഡ് ഡെപ്ത് കൂട്ടുക വിന്റർ ട്രാൻസ്ഫറിന്റെ അതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ്. വീക്ക്ലി 3 ഗെയിംസ് കളിക്കണമെങ്കിൽ ഇപ്പം ഒരു പൊസിഷനിൽ 2 പ്ലേയേഴ്സിന്റെ സ്ഥാനത്ത് 3-4 പ്ലേയേഴ്സ് വേണം എന്നുള്ളൊരു സിറ്റുവേഷൻ വന്നിരിക്കുന്നു. എസ്പെഷ്യലി സെന്റർ ബാക്സിലൊക്കെ ഇപ്പൊ 4-5 ഓപ്ഷൻസ് വേണം. വിംഗ് ബാക്സ് ആയിട്ട് അറ്റ്ലീസ്റ്റ് ഒരു 2 ഓപ്ഷൻ, മിനിമം 2 ഓപ്ഷൻ, മാക്സ് 3 ഓപ്ഷൻ വെച്ചാണെങ്കിൽ ഏറ്റവും ബെസ്റ്റ്. മിഡ്ഫീൽഡിൽ നേരത്തെ ഒരു 5 മിഡ്ഫീൽഡേഴ്സ് മതിയായിരുന്നു. 3 മാൻ മിഡ്ഫീൽഡ് കളിപ്പിക്കുന്ന സൈഡിൽ ഒരു 5 മിഡ്ഫീൽഡ് മതിയായിരുന്നു. പക്ഷെ ഇപ്പം 7 to 8 മിനിമം ഒരു 6 to 7 മിഡ്ഫീൽഡേഴ്സ് ഏലും ടീം റെഡി ആക്കി വെക്കണം. ആ ഒരു സിറ്റുവേഷനിലോട്ട് വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഫ്രണ്ട് ത്രീയിലും ഡെഫിനറ്റ്ലി റൊട്ടേഷൻ നടത്താനായിട്ട് പ്ലേയേഴ്സ് ഇഷ്ടമാണ്. സോ അത് എല്ലാ ടീമുകളും ഇപ്പൊ അതിനനുസരിച്ച് അഡീഷൻ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. സോ ആർസണൽ പ്രോബബ്ലി ഇൻവെസ്റ്റ് ചെയ്യാനത് എന്തുകൊണ്ടാണെന്നുള്ളതിന്റെ ആൻസർ ആർസണൽ ബോർഡ് പറയേണ്ടി വരും. സോ ഇഞ്ചുറി ഇഷ്യൂസ് ഇനി നേരിടും. അടുത്ത 6 മാസം ഒരു ടീമും ഇഞ്ചുറി ഇല്ലാതെ നിൽക്കാൻ പോകുന്നില്ല. എല്ലാ ടീമുകളും ഇനി ഇഞ്ചുറി ടീം 6 മാസം. ഈവൻ റെലഗേഷൻ സോണിൽ കിടക്കുന്ന ടീമിനോട് ഇഞ്ചുറി ഇഷ്യൂസ് വരും. സോ നമ്മൾ അതും ആർഗ്യ നിന്നിട്ട് കാര്യമില്ല. നെക്സ്റ്റ് ഇയറിൽ ഇത് ഒട്ടും പറയാൻ പറ്റില്ല. നെക്സ്റ്റ് ഇയറും ഇഞ്ചുറി വരും. നെക്സ്റ്റ് ഇയർ സാക്ക ഫുൾ സീസൺ പോകാം, ഒഡിഗാർഡിന്റെ ഫുൾ സീസൺ പോകാം, ബാർസലോണയിലും മെയിൻ പ്ലേയേഴ്സിന്റെ ഫുൾ സീസൺ പോകാം, ലിവർപൂളിൽ സലയുടെ ഫുൾ സീസൺ പോകാം, അതുപോലെ തന്നെ ഹാളന്റെ ഫുൾ സീസൺ പോകാം, എല്ലാവരുടെയും ഫുൾ സീസൺ പോകാം. ഒരു ചെറിയൊരു ഇഞ്ചുറി വന്നാൽ മതി, 3-4 മാസം ഔട്ടായ ടീമിനെ തന്നെ ബാധിക്കും. സോ അത് ടീം മാനേജ്മെന്റിന്റെ കോച്ചിന്റെയും ഇതാണ് പ്ലാൻ ചെയ്യുക, ഓപ്പറേറ്റർ റീപ്ലേസ്മെന്റ് അറ്റ്ലീസ്റ്റ് കണ്ടെത്തി നിൽക്കുക. അല്ലെ ഇവര് ഔട്ട് ആവുകയാണെങ്കിൽ എങ്ങനെ നമുക്ക് അഡാപ്റ്റ് ചെയ്യാം, അതിനുള്ള ആൻസറും കൂടെ ഒന്ന് ഫൈൻഡ് ആക്കി വെക്കുക. അങ്ങനെ ഇനി ഫുട്ബോൾ മുന്നോട്ട് പോകുന്നു. ഇങ്ങനെ ഷെഡ്യൂൾ ടൈറ്റ് ആയിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ വിത്തിൻ 2 or 3 years നമ്മൾ എന്താ പറയാ ഒന്ന് പല ടീമുകളിലും അന്യായ എന്താ പറയാ പ്ലേയേഴ്സിനെ വാങ്ങിച്ചു കൂട്ടുന്ന സിറ്റുവേഷൻ കാണും. അത് നമ്മൾ നോക്കാനായിട്ട് മേ ബി ഫസ്റ്റ് ടീം, സെക്കൻഡ് ടീം, തേർഡ് ടീം അങ്ങനെയൊക്കെ വെച്ച് നമ്മൾ ടീമുകളെ 1-2 ടീമാക്കി സെറ്റ് ആക്കി. ഇപ്പൊ ചെൽസി കോൺഫറൻസ് ലീഗ് ഒക്കെ കാണിക്കുന്ന പോലെ വി മൈറ്റ് ബി സീയിങ് ദാറ്റ്. അങ്ങനെ ഹെവി റൊട്ടേഷൻ ഒക്കെ നമ്മൾ ഇനിയും വിത്തിൻ 2 or 3 years ഇങ്ങനെ ഗെയിംസ് കൂടി വരുവാണെങ്കിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കും. സോ ഇറ്റ്സ് വെയിറ്റ് ആൻഡ് സീ നമ്പർ ഓഫ് പ്ലേയേഴ്സ് ഇനി കൂടാൻ പോകുന്നു. അല്ല, ആ കാര്യത്തിൽ വരുമ്പം ഞാൻ ജസ്റ്റ് ചിന്തിക്കുന്നെന്ന് പറഞ്ഞാൽ ഇപ്പൊ ഈ സിറ്റുവേഷൻ പോയി കഴിഞ്ഞാൽ 1-2 വർഷത്തിനുള്ളിൽ എന്തായാലും ഈ പറയുന്ന 24 man സ്ക്വാഡ് അല്ലെ 25 man സ്ക്വാഡ് ഇല്ലേ, അതിൽ നിന്നും ചിലപ്പോൾ ഒരു 30-35 ആവാനും ചാൻസ് ഉണ്ട്. കാരണം അങ്ങനെ വരാം. അതെ. പിന്നെ ഒന്ന് ഇപ്പൊ എന്തായാലും ട്രാൻസ്ഫർ വിൻഡോ ആർസണലിൽ ഇപ്രാവശ്യം ഫ്ലോപ്പ് ആയി. അത് അക്സെപ്റ്റബിൾ ആണ്. അക്സെപ്റ്റബിൾ അല്ല മീൻസ് അക്സെപ്റ്റ് ചെയ്തു നമ്മൾ. കാരണം ഫ്ലോപ്പായി, ഒന്നും ചെയ്യാൻ പറ്റില്ല. ഇനി തിരിച്ചു കൊണ്ടുപോയി നമുക്ക് വാങ്ങാൻ പറ്റില്ല. പക്ഷെ ആസ് പെർ സോഴ്സസ് എല്ലാവരും പറയുന്നത് നല്ല നല്ല പ്ലെയേഴ്സിനെയും ലൈക്ക് ലോങ് ടേം സൈനിങ്സ് എന്തായാലും നോക്കുന്നതാണ്. അത് ഡെലിവർ ചെയ്യോ ഇല്ലയോ എന്ന് സമ്മറിൽ നമുക്ക് ജഡ്ജ് ചെയ്യാം. ദാറ്റ് ഈസ് എ ഡിഫറെന്റ് കേസ്. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ പോസിറ്റീവായിട്ട് കാണുന്ന പറഞ്ഞാൽ സാക്ക ദുബായി പോയിട്ടുണ്ട്, റീഹാബ് നടന്നുകൊണ്ടിരിക്കുന്നു. മാർച്ച് ഫസ്റ്റ് വീക്ക് തന്നെ പുള്ളി തിരിച്ചു വരും. ബിഫോർ ദ ചാമ്പ്യൻസ് ലീഗ് ഗെയിം തന്നെ പുള്ളി റെഡി ആണെന്നാണ് കേൾക്കുന്നത്. അതാണ് ഒരു പോസിറ്റീവ് ഭാഗം. മാർട്ടിനിയുടെ ഇഞ്ചുറിയും വലിയ സീനില്ല എന്ന് ഞാൻ കേൾക്കുന്നു, അറിയില്ല. സോ അങ്ങനത്തെ ആയിട്ടാണ് പോസിറ്റീവായിട്ട് നോക്കുന്നത്. അപ്പം എൻ്റെ ഒരു ചോദ്യം ഇവിടെ വരുന്ന, ആർസണൽ ഇപ്പം ഏതെങ്കിലും ഒരു കോമ്പറ്റീഷന് ഫോക്കസ് ചെയ്ത് കളിക്കുന്നതായിരിക്കുമോ ആർച്ചറ്റയ്ക്കും ആർസണലും ഭേദം എന്നാണ്. കാരണം UCL മാത്രം അല്ലെങ്കിൽ പ്രീമിയർ ലീഗ് മാത്രം, അതില് ഒരെണ്ണത്തിൽ കോൺസെൻട്രേറ്റ് ചെയ്ത് കളിക്കുന്നതാണോ, അതോ ഇപ്പം പ്രീമിയർ ലീഗും വിടാണ്ട് UCL മീൻസ് ജസ്റ്റ് ടച്ച് ചെയ്ത് UCL പോകുന്നിടത്തോളം പോട്ടെ എന്ന് നോക്കണം? എങ്ങനെയാണ് ബ്രോ കാണുന്നത് അങ്ങനെ ഇപ്പോഴത്തെ നോക്കിയിട്ടുള്ള ടീമുകളെല്ലാം അവസാനം കൊണ്ട് കല ഉടച്ചിട്ടേ ഉള്ളൂ. ഹിസ്റ്റോറിക്കലി നോക്കാനായിട്ടാണെങ്കിൽ യു ഹാവ് ടു കോമ്പീറ്റ് ഫോർ എവറിത്തിങ് പോസിബിൾ എന്നുള്ളൊരു സിറ്റുവേഷൻ ആണ്. അതിൽ കോമ്പീറ്റ് ചെയ്യുക, അവസാനം നമുക്ക് കിട്ടേണ്ടതാണ് കിട്ടും. ഏതെങ്കിലും ഒന്ന് കിട്ടേണ്ടതാണ്, നമ്മൾക്ക് നന്നായിട്ട് കളിക്കുവാണെങ്കിൽ കിട്ടും.
സോ നമ്മളിപ്പോ നോക്കാനായിട്ടാണ് ആർസണൽ കുറെ വർഷമായിട്ട് കഴിഞ്ഞ 2-3 വർഷമായിട്ട് പ്രീമിയർ ലീഗ് ഫോക്കസ് ചെയ്യും, മറ്റ് കോമ്പറ്റീഷൻസിൽ എല്ലാം ഔട്ടാണ്. ഈ സീസൺ എന്താണ് ആർസണൽ ഫോക്കസ് ചെയ്യുന്നത്? ഇപ്പൊ FA കപ്പ്, കാരബോ കപ്പ് രണ്ടിന്നും പുറത്ത്, ചാമ്പ്യൻസ് ലീഗും പ്രീമിയർ ലീഗ് ഇനി ഓക്കെ, നമുക്ക് ചാമ്പ്യൻസ് ലീഗ് അടുത്ത റൗണ്ടിൽ ഔട്ട് ആക്കാം, പ്രീമിയർ ലീഗിലോട്ട് ഫോക്കസ് ചെയ്യും. സ്റ്റിൽ അവസാനം പോയി പ്രീമിയർ ലീഗ് കഴിഞ്ഞ് പോയാൽ പ്രീമിയർ ലീഗ് ഫോക്കസ് ചെയ്ത് പ്രീമിയർ ലീഗ് കിട്ടും എന്നുള്ള കാര്യം ഗ്യാരണ്ടി ഉണ്ട്. ആ സമയത്ത് ചാമ്പ്യൻസ് ലീഗും പ്രീമിയർ ലീഗ് നമുക്ക് രണ്ടിനും വേണ്ടി പുഷ് ചെയ്യാം. എന്തെങ്കിലും ലക്ക് ഫാക്ടർ കൊണ്ട് ചാമ്പ്യൻസ് ലീഗ് ഫേവറബിൾ ടൈസ് വന്നു, അല്ലെ നമുക്കറിയാം നോക്കൌട്ട്സിൽ ഡിഫൻസീവ് ടീംസ് ഡിഫൻസീവ് സോൾഡായിട്ട് ആർസണൽ എങ്ങനെയൊക്കെ ഷൂട്ടൌട്ട്സിലൊക്കെ ആയിട്ട് തട്ടിമുട്ടിയാണ് കയറി ഫൈനൽസിൽ എത്തി കപ്പടിച്ചാൽ നമ്മൾ കണ്ടാണ് തോമസ് ട്വിച്ചറിന്റെ ചെൽസീസ് ഡിഫൻസീവ് സോൾഡാ ടീം കൊണ്ട് എങ്ങനെയാണ് ഫൈനലിൽ എത്തി കപ്പടിക്കുന്നത്. സോ അങ്ങനെ എന്തെങ്കിലും ഒരു പോക്ക് പോയി കപ്പടിച്ചാലോ അതേ സമയത്ത് വേണ്ട ചാമ്പ്യൻസ് ലീഗ് അടുത്ത റൗണ്ടിൽ ഔട്ടായേക്കാം, പ്രീമിയർ ലീഗ് ഫോക്കസ് ചെയ്യാന്ന് പറഞ്ഞ് നോക്കിയത് ലിവർപൂളും പോയിന്റ് ഡ്രോപ്പ് ചെയ്തില്ല. അവസാനം കൊണ്ട് ലിവർപൂൾ ടൈറ്റിലായിട്ട് പോയാൽ ഇതാണ്. സോ എപ്പോഴും ഒരു ചാമ്പ്യൻ ടീമിന്റെ മെന്റാലിറ്റി ഷുഡ് ബി നമ്മൾ ഏതൊക്കെ കോമ്പറ്റീഷൻ ഉണ്ടോ അതിന് നമ്മൾ ഫോക്കസ് ചെയ്യുക, എല്ലാത്തിലും ഒരു റണ്ണ് നടത്താനായിട്ട് നോക്കുക. ശരിയാണ്, ചില കോമ്പറ്റീഷൻസിൽ പ്രോബബ്ലി നമ്മുടെ സ്ക്വാഡ് റൊട്ടേറ്റ് ചെയ്യേണ്ട ആവശ്യം വരാം, നമ്മൾ ഇന്ന പ്ലേയേഴ്സിനൊക്കെ ആ കോമ്പറ്റീഷൻ യൂസ് ചെയ്യും. പക്ഷെ എന്ന് പറഞ്ഞാൽ അതിന് ഇമ്പോർട്ടൻസ് ഇല്ല എന്നല്ല, അതിന് ഈക്വൽ ഇമ്പോർട്ടൻസ് കൊടുത്ത് തന്നെ കളിപ്പിക്കുക. സോ അതാണ് ഏറ്റവും ബെസ്റ്റ്. അല്ല നമ്മൾ ഒരു കോമ്പറ്റീഷൻ എയിം ചെയ്യുന്നതിന് ബെറ്റർ എന്റെ അഭിപ്രായത്തിൽ ആർസണൽ ഇനിയുള്ള 2 കോമ്പറ്റീഷൻ ഉണ്ട്, അത് രണ്ടിനും പുഷ് ചെയ്യുക, പോകുന്നിടത്തോളം പോകട്ടെ, കിട്ടിയ ഏതൊരു ഒന്ന് അത് കിട്ടിയ നല്ലത്, ഒരു കോമ്പറ്റീഷനാണ് ഫോക്കസ് ചെയ്യാതിരിക്കുന്നത്. ഒന്ന് സത്യം പറഞ്ഞ ഇപ്പൊ ഈ നോക്കിക്കഴിഞ്ഞാൽ ആർസണൽ എന്തായാലും ഇനി കാരബാവ് കപ്പ് ഏതായാലും ഫൈനൽ വരുന്നേ ഉള്ളൂ. സോ ദാറ്റ്സ് 1 ഗെയിം, അത് ഓൾമോസ്റ്റ് ലിവർപൂൾ അടിക്കാൻ ചാൻസ് ഉണ്ട്. ബട്ട് ഇറ്റ് വിൽ ബി എ ടൈറ്റ് ഗെയിം എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം രണ്ടുപേരും പംഡ് അപ്പ് ആയിട്ടായിരിക്കും ഫൈനലിൽ കളിക്കുന്നത്. പ്ലസ് ലിവർപൂൾ ഇപ്പോഴും FA കപ്പിലുണ്ടല്ലോ, ഔട്ട് ആയിട്ടില്ല. അയ്യോ, അത് ഞാൻ കണ്ടില്ല വീക്കെൻഡ്. ഞാൻ സത്യം പറഞ്ഞ ഇവിടെ ഇല്ലാത്തോണ്ട് കളി കണ്ടില്ല. പ്ലൈമൗത്ത് എന്ന് പറയുന്ന മറ്റേ ചാമ്പ്യൻഷിപ്പിൽ 24ാമത് നടക്കുന്ന ടീമിൽ ഒന്നേ പോയിന്റ്. ഞാൻ സത്യം പറഞ്ഞത് വീക്കെൻഡ് ഞാൻ സത്യം പറഞ്ഞ ഫുട്ബോൾ അതെ, വീക്കെൻഡ് ഞാൻ ഫോക്കസ്ഡ് അല്ലായിരുന്നു ഫുട്ബോൾ. ഞാൻ കുറച്ച് ഒന്ന് മാറി നിൽക്കുമായിരുന്നു ഫുട്ബോളിന്റെ അടുത്ത്. കാരണം ആ ന്യൂ കാസിൽ കഴിഞ്ഞിട്ട് വളരെ പിന്നെ ഒരു ഫ്രണ്ടിനെയൊക്കെ മീറ്റ് ചെയ്യാൻ പോയിട്ട് ഫുൾ അതിലോട്ടായിരുന്നു ഫോക്കസ്. അപ്പൊ ഞാൻ ഇന്നാണ് സത്യം പറഞ്ഞ ഫുട്ബോളിന്റെ ഒരു ഇതിലോട്ട് വരുന്നത്. അപ്പം എന്തായാലും എനിവേസ് അവർക്ക് ഒരു കോമ്പറ്റീഷൻ സത്യം പറഞ്ഞാൽ അവർക്ക് കുറഞ്ഞു, ഗെയിംസ് കുറഞ്ഞു എന്നൊരു അഡ്വാൻറ്റേജ് അവർക്ക് അങ്ങനെ ചിന്തിക്കാം മേ ബി. പക്ഷെ അവര് പോയിന്റ് ഡ്രോപ്പ് ചെയ്യുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, പ്രീമിയർ ലീഗിൽ ഡ്രോപ്പ് ചെയ്യുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഹോപ്പ്ഫുൾ അല്ല അങ്ങനെ ഡ്രോപ്പ് ചെയ്തിട്ട് ജയിക്കാൻ പറ്റുമെന്ന്. അതാണ് ചാമ്പ്യൻസ് ലീഗിൽ എന്തെങ്കിലും ചെയ്യാൻ പറ്റുന്ന ഫുൾ കൺഫ്യൂഷൻ സ്റ്റേജിലാണ്. പക്ഷെ ഈ ദുബായ് ട്രിപ്പ് കഴിഞ്ഞ് വന്നിട്ട് ആർസണൽ എന്തെങ്കിലും ചേഞ്ച് ബ്രോ പ്രതീക്ഷിക്കുന്നുണ്ടോ? ഹോപ്പല്ല, ലൈക്ക് ഒരു ചേഞ്ച് കാണും എന്ന് തോന്നുന്ന എന്തെങ്കിലും ഫാക്ടേഴ്സ്? ഡെഫിനറ്റ്ലി സ്കോറിംഗ് ഗോൾസ് ബ്രോ. കാരണം സ്കോറിംഗ് ഗോൾസ് സ്കോർ ചെയ്യാൻ തുടങ്ങിയാൽ ഡിഫൻസീവില് നിങ്ങൾ ടൈറ്റ് ആവും. സോ ഏതൊരു ടീം നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി, ഡിഫൻസീവ് സോൾഡായിട്ട് വരണമെങ്കിൽ അപ്ഫ്രണ്ട് ഗോൾസ് കൊണ്ട് സ്കോർ ചെയ്യുകയാണെങ്കിൽ ഡെഫിനറ്റ്ലി അതൊരു ഗെയിം ചേഞ്ചറാണ്. സോ ആർസണൽ ഡിഫൻസ് ഗോൾസ് ലീക്ക് ചെയ്യുന്നുണ്ട്, ഇല്ല എന്നല്ല. പക്ഷെ ഞാൻ ഡിഫൻസിൽ അധികം വറീഡല്ല, ആ ഒരു പാച്ച് വരാം. നിങ്ങൾ ആർസണൽ ഡിഫൻസീവ് സോൾഡായിട്ട് നമുക്കറിയാം. പക്ഷെ ആർസണലിന്റെ സ്കോറിംഗ് ഫോം വറിയിങ് ആണ്. എനിക്ക് ആർസണൽ ഒരു 10 ചാൻസ് ക്രിയേറ്റ് ചെയ്താൽ, അല്ലെ ഒരു 5 ചാൻസ് ക്രിയേറ്റ് ചെയ്താൽ അതിലൊരു 3 കൺവേർട്ട് ചെയ്യാം എന്നുള്ളൊരാണ് എനിക്ക് പേഴ്സണലി പറയാനായിട്ടുള്ള ഒരു കാര്യം. സോ എനിക്ക് തോന്നുന്നു നമ്പർ ഓഫ് ബിഗ് ചാൻസസ് മിസ്സസിന്റെ കാര്യത്തിൽ ഞാൻ എപ്പോഴും എക്സിയുടെ കാര്യമൊക്കെ എടുത്ത് നോക്കുമ്പോഴേക്കും നമ്പർ ഓഫ് ബിഗ് ചാൻസസിന്റെ ആർസണൽ മിക്ക മാച്ചും നല്ല മാർജിനിൽ മിസ് ചെയ്യാറുണ്ട്. സോ കിട്ടുന്ന ചാൻസുകൾ കൺവേർട്ട് ചെയ്യുക, അവിടെയാണ് ഞാൻ വേറെ ഒന്നും പ്രതീക്ഷിക്കുന്നില്ല. ഡിഫൻസീവ് സോൾഡാറ്റി അതൊന്നും ഞാൻ പ്രതീക്ഷിക്കുന്നില്ല, അത് വരും. കിട്ടുന്ന ചാൻസുകൾ കൺവേർട്ട് ചെയ്യുക. എനിക്ക് ബിഗ് ചാൻസസ് മിസ്ഡ് എന്ന് പറയുന്ന ഒരു കോളം ഉണ്ട്, അത് ആർസണലിന്റെ കുറഞ്ഞതാണ്. അതാണ് ഈ ഒരു ട്രിപ്പ് കഴിഞ്ഞ് വരുമ്പോൾ ഉള്ള നമ്പർ 1 എയിം. അതിൽ നിങ്ങൾ ആ ഒരു ടാർഗറ്റ് അച്ചീവ് ചെയ്യുകയാണെങ്കിൽ ഡെഫിനറ്റ്ലി ഒരു ബൗൺസ് ഉണ്ടാകും ഓവറോൾ ടീം. നമ്പർ ഓഫ് ബിഗ് ചാൻസസ്. ഹോപ്പ്ഫുള്ളി അത് നടക്കട്ടെ എന്ന് പറയാം. സോ നമുക്ക് പതുക്കെ ബാർസലോണയിലോട്ട് ചാടാം. എന്താണ് ബാർസലോണയുടെ ഇപ്പോഴത്തെ ഒരു പോക്ക് കണ്ടിട്ട് ബുറോയ്ക്ക് തോന്നുന്നത്? ലൈക്ക് പ്രീമിയർ ലീഗും പ്രീമിയർ ലീഗല്ല, ലാ ലീഗയും ചാമ്പ്യൻസ് ലീഗിലും ഇപ്പം ഒരു നല്ല പെർഫോമൻസ് ഒക്കെ കാണിക്കുന്നുണ്ട്. പക്ഷെ ലാ ലീഗിൽ നോക്കിക്കഴിഞ്ഞാൽ ഒരു ചെറിയ വേവ് പോലെ ചാമ്പ്യൻസ് ലീഗിൽ ഒരു സ്ട്രോങ് പെർഫോമൻസ് കാണുന്നുണ്ട്. അതിലിപ്പം ലാലിഗയിൽ ഇപ്പൊ എന്തായാലും ഒരു ബ്രേക്ക് ഉണ്ടല്ലോ, നമുക്ക് ബ്രേക്ക് ഇൻ ദ സെൻസ് ഗെയിംസ് 2 കുറവാണ്. അപ്പം അതൊരു ക്യാപിറ്റലൈസിങ് സിറ്റുവേഷൻ ആയിട്ട് ബാർസ കാണുമോ? കാരണം റയലിന് 2 ഗെയിം എക്സ്ട്രാ ഉണ്ട്. ഡെഫിനറ്റ്ലി കാണും. ബാർസയും അത്ലറ്റിക്കും രണ്ടുപേരും കാണും. ബാർസ ഇപ്പൊ പോയിന്റ്സ് ഗ്യാപ്പ് കുറച്ചിട്ടുണ്ട്, 7-ൽ 2 ആക്കിയിട്ടുണ്ട് റയലുമായിട്ടുണ്ട്. സോ ഡിസംബറിന് ശേഷം, അതായത് 2025 കയറിയതിനു ശേഷം അപ്പോൾ ഒരേ ഒരു ഡ്രോയേ ഉള്ളൂ, എസ്പാനിയോളോടായിരുന്നു ഒരേ ഒരു ഡ്രോയേ ഉള്ളൂ. ബാക്കി എല്ലാ മാച്ചിൽ ലലീഗയെ ജയിച്ചിട്ടുള്ളൂ. സോ ബാർസലോണ കുഴപ്പമില്ലാത്തൊരു റണ്ണിലാണ്. മെയിൻലി ഇപ്പോൾ ഒരു ഗുണം എന്നാ അറിയോ, ഇപ്പം ആ ഒരു നവംബർ ഡിസംബറിൽ ബാർസലോണയ്ക്ക് ഇഷ്ടം പോലെ ഇഞ്ചറി ഇഷ്യൂസ് ഉണ്ട്. ആ
ആൻഡ് വേറൊരു കുഴപ്പം എന്താണെന്ന് വെച്ചാൽ ബെഞ്ചിൽ നടക്കുന്ന ഓപ്ഷൻസ് അണ്ടർഫെയർ ചെയ്യുമായിരുന്നു. അതായത് നമ്മുടെ ഒരു സ്റ്റാർട്ടിങ്ങിനോടുണ്ട് ആ പ്ലേസ് ടയേർഡായി തുടങ്ങി. അവിടെ ഒരു റൊട്ടേഷന്റെ ആവശ്യമുണ്ട്, ഒരു പ്ലാൻ ബിയുടെ ആവശ്യമുണ്ട്. ആൻസിഫ്ലിക്കിന് പ്ലാൻ ബി ഉണ്ടോ എന്നുള്ളൊരു ക്വസ്റ്റ്യൻ ഉണ്ട്. ഇപ്പോഴത്തെ ഒരു ഗുണം എന്നാന്ന് പറഞ്ഞാല് എനിക്കൊന്ന് പുള്ളി ആ 2 മാസം കൊണ്ട് പുള്ളിക്കാനെ മനസ്സിലായി ഡെഫിനറ്റ്ലി എനിക്ക് ബെഞ്ചിൽ നടക്കുന്ന ഓപ്ഷൻസും ഈ ഫസ്റ്റ് ടീമിനോടൊപ്പം തന്നെ കോമ്പീറ്റ് ചെയ്യാൻ പറ്റണം. സോ യമാലിന് റീസെന്റ് 2-3 മോശം മാച്ചുകളുണ്ട്. ആ സീസൺ സ്റ്റാർട്ടിൽ യമാലിന്റെ ഒരു മോശം പെർഫോമൻസിൽ വരുവാണെങ്കിൽ ബാർസലോണ പോയിന്റ്സ് ഡ്രോപ്പ് ചെയ്തിരിക്കും. അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ. പക്ഷെ അവിടെ നിന്ന് യമാൽ ഈവനിങ് ഇപ്പൊ മോശമായിട്ട് കളിച്ചാലും കുഴപ്പമില്ല, ടീംമേറ്റ്സ് സ്റ്റെപ്പ് അപ്പ് ചെയ്ത് 3-4 ഗോളുകൾ ഇപ്പൊ സ്കോർ ചെയ്യുന്നു. ലാസ്റ്റ് സെവിയ മാച്ചിൽ യമാലിന്റെ ഒരു മോശം പെർഫോമൻസ് ആണ് ഓവറോൾ പുള്ളിയുടെ സ്റ്റാൻഡേർഡ് വെച്ച്. പക്ഷെ എന്നാലും നമ്മൾ 4 ഗോൾ വെച്ചു. പെട്രി ഗോൺസാൽസ് ഈ ടീമിന്റെ ഇപ്പൊ എല്ലാവരും യമാല് പറയും, റഫീന പറയും. ഈ ടീമിന്റെ എഞ്ചിൻ ആരാണ്, ഹാൻസി ഫ്ലിക്കിന്റെ ഏറ്റവും ഫേവറേറ്റ് പ്ലെയർ ആരാണെന്ന് ചോദിച്ചാൽ പെട്രി ഗോൺസാലസ്. ഹി ഈസ് എ മജീഷ്യൻ ബ്രോ. ഞാൻ തമാശ പറയില്ല, പുള്ളിയുടെ ഹൈലൈറ്റ്സ് കാണുകയാണ് ഇപ്പോഴത്തെ എന്റെ ബിഗ്ഗസ്റ്റ് സ്ട്രെസ് റിലീവർ. ഒന്നും പറയില്ല, അന്യ സ്ട്രെസ് റിലീവർ. അമ്മാതിരി ചാൻസുകളാണ് പുള്ളി ടീമിന് വേണ്ടി ക്രിയേറ്റ് ചെയ്യുന്നത്. ഹി ഈസ് എ മജീഷ്യൻ. ഫോർ മീ ടെക്നിക്കലി യൂറോപ്പിലെ ഏറ്റവും ബെസ്റ്റ് പ്ലെയർ ഞാൻ ആർഗ്യം ഈ സീസൺ. അമ്മാതിരി പെർഫോമൻസ് ആണ് പെട്രി കൊടുത്തോണ്ടിരിക്കുന്നത്. ആൻഡ് മറ്റൊരു ഗുണം എന്ന് പറഞ്ഞാല് ഫെറാൻ ടോറസ്, ഫെർമിൻ ലോപ്പസ്, ഫ്രാങ്കി ഡിയോങ്, പഴയ ജാസ്റ്റിയിലെ ഫ്രാങ്കി ഡിയോങ്, ഇഞ്ചുറിക്ക് ശേഷം വന്നുള്ള ഫ്രാങ്കി ഡിയോങ് വന്നു. 2025 ഏറ്റവും കൂടുതൽ മിനിറ്റ്സ് കളിച്ച മിഡ്ഫീൽഡേഴ്സിൽ ഒരാളാണ് ഫ്രാങ്കി ഡിയോങ്. പുള്ളി വേറൊരു വേഴ്സറ്റാലിറ്റി മിഡ്ഫീൽഡിൽ കൊണ്ടുവരുന്നത്. ആൻഡ് ഫെർമിൻ ലോപ്പസ് ഗോൾ സ്കോർ ചെയ്യാൻ തുടങ്ങി. ഫെറാൻ ടോറസ് ഇറങ്ങുമ്പോൾ ഒരു ഗ്യാരണ്ടി ഉണ്ട്. ഈവൻ എറിക് ഗാർഷ്യ ഡിഫൻസിലും മിഡ്ഫീൽഡിലും പുള്ളി ഈക്വൽ ഷിഫ്റ്റ് കൊടുക്കുകയാണ്. എറിക് ഗാർഷ്യ സ്റ്റാർട്ട് ചെയ്താൽ ഞാൻ കംഫർട്ടബിൾ ആണ്. ഇപ്പം നാളത്തെ മാച്ച് ഫെർമിൻ ലോപ്പസും ഫെറാൻ ടോറസും എറിക് ഗാർഷ്യയും ബാർസയിൽ സ്റ്റാർട്ട് ചെയ്യുവാണെങ്കിൽ എനിക്കിപ്പോ വറീസ് ഇല്ല. കാരണം അവർ ആ ടീമിനോടൊപ്പം ആ ഒരു സിസ്റ്റത്തോടൊപ്പം അഡാപ്റ്റ് ചെയ്ത് ഫസ്റ്റ് ടീം പ്ലേയേഴ്സ് കൊടുക്കുന്നതിനോടൊപ്പം പെർഫോമൻസ് ഇപ്പൊ കൊടുത്തു തുടങ്ങിയിട്ടുണ്ട്. ലെവൻഡോസ്കിനെ ഇപ്പം പുള്ളി കണ്ടിന്യൂസ്ലി റൊട്ടേറ്റ് ചെയ്യുന്നുണ്ട്. ഫെറാൻ ടോറസിനെ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് ചില മാച്ചുകൾ. സോ ആ ഒരു ഗ്യാരണ്ടി കിട്ടി. ഫെർമിൻ ലോപ്പസിനെ സ്റ്റാർട്ട് ചെയ്യുന്നു, ഗ്യാവിനെ സ്റ്റാർട്ട് ചെയ്യുന്നു, മറ്റൊരു മാച്ചിൽ കസാഡോനെ ബെഞ്ച് ചെയ്തിട്ട് ഫ്രാങ്കിനെ സ്റ്റാർട്ട് ചെയ്യുന്നു, എറിക് ഗാർഷ്യനെ DMF ആയിട്ട് സ്റ്റാർട്ട് ചെയ്യുന്നു, സെന്റർ ബാക്ക് ആയിട്ട് സ്റ്റാർട്ട് ചെയ്യുന്നു. സോ പുള്ളിക്ക് റൊട്ടേറ്റ് ചെയ്യാൻ പറ്റി. പുള്ളിക്ക് ഇപ്പൊ മനസ്സിലാക്കി കൊണ്ടുവന്നാൽ ഇപ്പൊ ഒരു പ്ലെയർ മോശം കളിക്കാനെ മാറ്റി അടുത്ത പ്ലെയറിനെ എടുത്താൽ അവൻ ഇമ്പാക്ട് ഉണ്ടാക്കുന്നത്. സോ ബെഞ്ചിൽ നിന്ന് ഇറങ്ങുന്ന പ്ലേയേഴ്സും ഈക്വലി സ്ട്രോങ് ആയി കോൺട്രിബ്യൂഷൻ കൊടുക്കാൻ തുടങ്ങി. സോ ബാർസലോണ ഇപ്പം പെർഫോം ചെയ്യുന്നുണ്ട്. ഈ ഒരു റൺ കണ്ടിന്യൂ ചെയ്താൽ മതി. നമ്മൾ പറയുന്നത് ബെഞ്ചിൽ നിന്ന് ഇറങ്ങുന്ന പ്ലേയേഴ്സും പെർഫോമൻസ് കൊടുക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ട്. അതാണ് ഇപ്പം ബാർസയിൽ സംഭവിച്ചത്. അതെ അതെ, അതിന് സത്യം പറഞ്ഞാൽ നിങ്ങൾക്ക് ഈ സീസണിൽ മേജർ പുഷ് സത്യം പറഞ്ഞാൽ എനിക്ക് കിട്ടിയത് റഫീനിയുടെ. കാരണം ഇനീഷ്യലി കാണുമ്പോൾ റഫീനിയുടെ ആ ട്രാൻസിഷനിൽ നിന്നും ഒരു പുഷ് എന്ന് പറഞ്ഞാൽ ഇപ്പൊ യമാല് സത്യം പറഞ്ഞാൽ പെർഫോം ചെയ്തില്ലെങ്കിലും ഒരു സൈഡിൽ നിന്ന് റഫീന ട്രൈ ചെയ്യുന്നുണ്ട് ഭയങ്കരമായിട്ട് ആ ടീമിനെ പമ്പ് ചെയ്യാനും. ക്യാപ്റ്റൻസ് പെർഫോമൻസ് ആണെങ്കിലും ഒരു ഇപ്പൊ നമ്മൾ പറയുന്നത് ആർസണലിൽ ഇപ്പം ഒഡേഗാർഡ് ഇറങ്ങിക്കഴിഞ്ഞാൽ ഒന്നും നടന്നില്ലെങ്കിൽ ആ ഒരു ടീമിനൊരു പുഷ് ഇപ്പം എന്താ പറയാ പ്രസ്സിന് വേണ്ടി പോകുന്നതും എല്ലാം സ്റ്റാർട്ട് ചെയ്യുന്നത് ഒഡേഗാർഡ് ആയിരിക്കും. അതുപോലെ റഫീന ടീമിന് വേണ്ടി ഭയങ്കര ഡിഫെൻസീവ്ലി ഇറങ്ങുന്നത് ഫുൾ 100% ആണ് എല്ലാ കളിയിലും കൊടുക്കുന്നത്. അവിടെയാണ് ഷിഫ്റ്റ് എനിക്ക് സത്യം പറഞ്ഞ സീസൺ തുടങ്ങിയപ്പോൾ തൊട്ട് കുറച്ച് കളികൾ കണ്ടപ്പം തോന്നിയത്. ബട്ട് ഇപ്പൊ നോക്കുമ്പം സ്ക്വാഡ് മൊത്തത്തിൽ ഒരു യൂണിറ്റി മീൻസ് ഒരുത്തം ചെയ്തില്ലേ മറ്റവന് വേണ്ടി ഞാൻ പെർഫോം ചെയ്യും, ടീമിന് വേണ്ടി എല്ലാവരും ഭയങ്കരമായിട്ട് പുഷ് ചെയ്യുന്ന പോലെ തോന്നി. സോ എന്താണ് ബ്രോയ്ക്ക് ഇപ്പം ഞാൻ അങ്ങനെ ചോദിക്കാൻ വന്നു കഴിഞ്ഞാൽ UCL-ഉം ലാലിഗയും നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഡബിൾ അടിക്കാൻ ചാൻസ് ഉണ്ടോ, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരെണ്ണം ഉറപ്പാണെന്ന് തോന്നുന്നുണ്ടോ, അല്ലെങ്കിൽ മീൻസ് ചാൻസസ് ഹൈ ആണെന്ന് എന്തെങ്കിലും തോന്നുന്നുണ്ടോ? ബ്രോ ചാൻസ് കുറച്ചുകൂടെ പോസിബിൾ മേ ബി ലലീഗ ആയിരിക്കാം. കാരണം ചാമ്പ്യൻസ് ലീഗ് നമ്മളിപ്പം ഗ്രൂപ്പ് ഫേസേ കഴിഞ്ഞിട്ടുള്ളൂ. ഈ പ്ലേയേഴ്സിന്റെ ഇൻഎക്സ്പീരിയൻസ്ഡ് പ്ലേയേഴ്സ് ആണ്. നമ്മൾ എന്തൊക്കെ പറഞ്ഞാലും 17, 18, 20 വയസ്സുള്ള ചെക്കന്മാരാണ്. സീസൺ സ്റ്റാർട്ടിൽ പലപ്പോഴും ബാർസലോണ ലലീഗ ടോപ്പ് 4 പോലും കാണുമെന്ന് ചോദിച്ചവരുണ്ട്. ഇതൊക്കെയാണ് ടോപ്പ് 4 കാണുന്നുണ്ട്. പക്ഷേ ഈ സീസൺ സ്റ്റാർട്ടിൽ ബാർസലോണയ്ക്ക് ട്രാൻസ്ഫർ വിൻഡോ ഒന്നുമില്ല. ആപ്പാട് വന്നു ഓൾമോ മൊത്തം 16-17. ഇപ്പൊ ഈ സീസൺ ബാർസ കളിച്ച മിക്ക പ്ലേയേഴ്സും എറിക് ഗാർഷ്യ, ഫെറാൻ ടോറസ് ഇവരെയൊക്കെയാണോ നിങ്ങൾ സൂപ്പർ സബ് എന്നൊക്കെ പറഞ്ഞ് നിന്ന സിറ്റുവേഷനിൽ നിന്നും അതുപോലെ തന്നെ കസാഡോ ഒക്കെ പോലത്തെ ആരും കേൾക്കാത്ത പ്ലേയേഴ്സ് 17 വയസ്സുകാരനെ യമാനുള്ള ഓവർ ഡിഫൻസ്, റഫീനെ ക്ലിക്ക് ആവും ഇല്ല എന്നുള്ള ക്വസ്റ്റ്യൻ. സോ ഓവറോള് താഴെ നിന്നിരുന്ന ഒരു ടീമിനാണ് ഈ പൊക്കിക്കൊണ്ട് പുള്ളി വന്നത്. സോ ഞാൻ ഈ സീസൺ സ്റ്റാർട്ടിൽ ചാമ്പ്യൻസ് ലീഗ് ഒരു റൗണ്ട് ഓഫ് 8, ലലീഗയിൽ ഇവന് വിൻ ചെയ്തില്ലെങ്കിലും ഇപ്പൊ റയലുമായിട്ട് ഒരു 4-3 പോയിന്റ് ഗ്യാപ്പിലൊക്കെ ഫിനിഷ് ചെയ്ത് ടൈറ്റിൽ പോവായിരുന്നാലും ഞാൻ ഹാപ്പി ആയിരുന്നാലും. കാരണം എക്സ്പെക്ടേഷൻ അത്രയ്ക്കും ലോ ആയിരുന്നു സീസൺ സ്റ്റാർട്ടിൽ. സോ അവിടെ നിന്ന് ഇപ്പൊ എല്ലാ കോമ്പറ്റീഷനിലും ഇപ്പം സൂപ്പർ കോപ്പ ഡി എസ്പാനെ അടിച്ചു, കോപ്പ ഡെൽ റേ സെമിഫൈനലിൽ എത്തിയിട്ടുണ്ട്. കോപ്പ ഡെൽ റേ സെമിഫൈനലിൽ പൊളിയാണ്. റയൽ സൊസൈഡാഡ്, ബാർസ, റയൽ മാഡ്രിഡ്, അത്ലറ്റിക്കോ മാഡ്രിഡ് 4 ടോപ്പ് ടീംസ് ആണ് നോക്കാനായിട്ടാണ് കോപ്പ ഡെൽ റേ. അവിടെ ഒരു പോസിബിലിറ്റി ഉണ്ട്. ഈ കോപ്പ ഡെൽ റേയും അതുപോലെ സൂപ്പർ കോപ്പ എസ്പാനെ അടിച്ചാൽ ഞാൻ ഹാപ്പിയാണ് ഈ സീസൺ. ലീഗിൽ സെക്കൻഡ് ഫിനിഷ് ചെയ്ത് ചാമ്പ്യൻസ് ലീഗ് റൗണ്ട് ഓഫ് 8 ഇപ്പോഴത്തെ സിറ്റുവേഷൻ വെച്ച് സെമിഫൈനൽ എത്തുവാണ്. ഐ തിങ്ക് ഇറ്റ്സ് എ ഗ്രേറ്റ് സക്സസ്ഫുൾ സീസൺ എന്ന് പറയും.
പക്ഷെ റിയലിസ്റ്റിക്കലി എന്നോട് ചോദിക്കുകയാണെങ്കിൽ സ്റ്റിൽ പോസിബിലിറ്റി മേ ബി ലലീഗ ആയിരിക്കാം. കാരണം ആ ഒരു ടെൻഷൻ അഥവാ ആ ഒരു എന്നാ പറയാ ആ ഒരു ഇത് കുറവായിരിക്കും, കുറച്ചുകൂടെ പ്രഷർ കുറവായിരിക്കും. ചാമ്പ്യൻസ് ലീഗ് വിഗ്നായിട്ട് വരും, ലിവർപൂളിന് അഗേൻസ്റ്റ് ഒരു മാച്ച് വരും, അല്ലെ ഇന്ററിന് അഗേൻസ്റ്റ് ഒരു നോക്കൌട്ട് മാച്ച് വരും, അല്ലെ അലിയൻസ് അറീനയിൽ ഒരു നോക്കൌട്ട് മാച്ച് വരും, അല്ലെങ്കിൽ മേ ബി സിറ്റി റൗണ്ട് കടക്കും, അല്ലെ റയൽ ഒരു റൗണ്ട് കടക്കും, ബെർണബേയിൽ ഒരു നോക്കൌട്ട് മാച്ച് വരും, അല്ലെ എന്തൊരു സംഭവം ഇങ്ങനത്തെ ടഫ് നൈറ്റ്സ് വരും. അപ്പോഴേക്കും ഈ പ്ലേയേഴ്സ് സ്റ്റെപ്പ് അപ്പ് ചെയ്യും, ഈ പ്രഷർ എങ്ങനെ ഇവർ ഹാൻഡിൽ ചെയ്യും. ഇതുവരെ ഇവരെ ഹാൻഡിൽ ചെയ്ത ടോപ്പ് നോച്ചായിട്ടാണ്, എല്ലാ പ്രഷർ സിറ്റുവേഷനും ടോപ്പ് നോച്ചായിട്ട് പ്ലേയേഴ്സ് ഹാൻഡിൽ ചെയ്തത്. പക്ഷെ ആ ഒരു നൈറ്റിലോട്ട് വരുമ്പോൾ അവരെങ്ങനെ പെർഫോം ചെയ്യുന്നുള്ള ഒരു കൺഫ്യൂഷൻ മനസ്സിലുണ്ട്. സോ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് മേ ബി ചാമ്പ്യൻസ് ലീഗിനേക്കാളും ലലീഗ ആയിരിക്കും കുറച്ചുകൂടെ ഫോക്കസ് കുറച്ചുകൂടെ കിട്ടാനായിട്ട് ഇപ്പൊ സാധ്യത കൂടുതൽ കാണുന്നത്. ബട്ട് ചാമ്പ്യൻസ് ഒരു ബാർസ ഫാൻ എന്ന നിലയിൽ ഞങ്ങളുടെ ഇന്ന് കുറെ നാളായിട്ട് പൊക്കോണ്ടിരിക്കുന്ന ചാമ്പ്യൻസ് ലീഗാണ്. ലലീഗയെക്കാളും കിട്ടാൻ ആഗ്രഹം ചാമ്പ്യൻസ് ലീഗാണ്. പക്ഷെ നോക്കാം. അതെ, അപ്പം എന്തായാലും നമുക്കിപ്പം കുറച്ച് ആർസണൽ ഡിസ്കഷനും ആർസണലിനി എന്തും ബാർസലോണയുടെ കുറച്ച് കാര്യങ്ങൾ അറിഞ്ഞു. സോ ഇനി അടുത്തൊരു ഡിസ്കഷൻ നമുക്ക് ഇതുപോലെ ഒരു ദിവസം വെക്കാം ബ്രോ. അപ്പം താങ്ക് യു ഫോർ ജോയിനിങ്, വളരെ സന്തോഷം. ഇനി അടുത്തൊരു വീഡിയോയ്ക്ക് നമുക്കൊരു ദിവസം കാണാം. ഓക്കെ, അപ്പം വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. ആൻഡ് ഇനിയും എന്തെങ്കിലും കണ്ടന്റ് സജഷൻസ് ഒക്കെ ഉണ്ടെങ്കിൽ ജസ്റ്റ് മെസ്സേജ് അയക്കുക. സോ താങ്ക് യു ഗൈസ്. ലെറ്റ്സ് ഹോപ്പ് ആർസണൽ ദുബായിൽ നിന്ന് വന്നിട്ട് ഒരു കംപ്ലീറ്റ്ലി ഡിഫറെന്റ് പെർഫോമൻസ് ഇടുമെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പം സൈനിങ് ഓഫ് ഗൈസ്.